കർണാടക സംഗീതത്തിൽ വയലിൻ വന്നിട്ട് അധികകാലമായിട്ടില്ല. പക്ഷേ കർണാടക സംഗീതത്തിലെ ഒരു പ്രമുഖ വാദ്യമായിട്ട് വയലിൻ മാറി. വർഷങ്ങൾക്ക് മുമ്പ് മുത്തുസ്വാമി ദീക്ഷിതരുടെ സഹോദരനായിട്ടുള്ള ബാലസ്വാമി ദീക്ഷിതർക്ക് ഒരു ക്രിസ്ത്യൻ പാതിരി ഒരു വയലിൻ സമ്മാനിക്കുന്നു. അങ്ങനെയാണ് കർണാടക സംഗീതത്തിലെ അല്ലെങ്കിൽ ഭാരതീയ സംഗീതത്തിൽ തന്നെ വയലിൻ്റെ രംഗപ്രവേശം. അദ്ദേഹം അതിൽ പലതരം രാഗങ്ങൾ മെല്ലെ മെല്ലെ പ്രയോഗിച്ച് നോക്കിയിട്ട് നമ്മുടെ കർണാടക സംഗീതത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ വയലിൻ്റെ രീതികളെ മാറ്റിയെടുത്ത് സാധാരണ രീതിയിൽ വയലിൻ കയ്യിൽ വെച്ച് ഇങ്ങനെ വെച്ച് വായിക്കുന്ന രീതിയിൽ വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേക രീതിയെ കൊണ്ടുവന്ന് നമ്മുടെ കന്നഡ സംഗീതത്തിൻ്റെ രീതിക്ക് അനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി അദ്ദേഹം ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്ന് വയലിൻ കന്നഡ സംഗീതത്തിലെ ഒരു വളരെ പ്രമുഖമായിട്ടുള്ള പക്കവാദ്യമായിട്ട് മാറി. അതുമാത്രമല്ല, പക്കാവാദ്യമായിട്ട്, അതായത് പൊതുവേദിയിൽ വളരെ മുന്നിൽ തന്നെ വോക്കലിൻ്റെ തുല്യമായിട്ടുള്ള സോളോ ഇൻസ്ട്രുമെൻ്റായിട്ട് പക്കാവാദ്യമായിട്ട് വയലിൻ മാറി ഇന്ന്.